ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ദീപക് അത്ര നല്ലവനല്ലെന്നും പ്രത്യേകിച്ച് പെണ്ണുങ്ങളോടുള്ള സമീപനം വളരെ മോശമായിരിക്കുമെന്ന് നേരത്തെ തന്നെ രശ്മി മനസ്സിലാക്കിയിരുന്നു. രശ്മി ദീപക്കിനോട് പറയുക, സ്ത്രീകൾ ശ്രദ്ധിക്കുന്നത് പുരുഷന്മാരുടെ വാക്കുകളിലല്ല സാർ, അവരുടെ കണ്ണുകളിലാണ്. അത് കേട്ടിട്ട് ദീപക് പറയാം, ഓ ഫൈൻ, യു ആർ വെരി ഇൻ്റലിജൻറ്റ്. രശ്മി എവിടെ താമസിക്കുന്നത്? അതെ, ഒരു വാതിൽ കോട്ടയിൽ. രശ്മിയുടെ വീട്ടിലാരൊക്കെയുണ്ട്? അതെ, അച്ഛനും ഉണ്ട്, അമ്മയും ഉണ്ട്, പിന്നെ ഒരു രാജപാളയം പട്ടിയും ഉണ്ട്. രാജപാളയം പട്ടിയോ? അതെ സാർ, അവനെ ഏതു നേരവും അഴിച്ചു വിട്ടിരിക്കുക. ചില യൂസ്ലെസ് ആയ ആണുങ്ങളെ കണ്ടാലുണ്ടല്ലോ, അവൻ ഓടിച്ചെന്ന് എടുത്തിട്ട് കൊടയും, കൈയും കാലും അങ്ങനെ എല്ലാം അവൻ കടിച്ചെടുത്ത് കളയും. നല്ല 100 വോൾട്ടിൻ്റെ ബൾബ് പോലെ കത്തിയിരുന്ന ദീപക്കിൻ്റെ മുഖം പെട്ടെന്ന് അങ്ങ് 0 വോൾട്ട് പോലെ ആയിപ്പോയി. അല്ല സാറേ, സാറിൻ്റെ പട്ടി. പട്ടിയോ? അയ്യോ അല്ല സാർ, സാറിൻ്റെ കുട്ടി ഇപ്പം എത്രല്ല സാറേ പഠിക്കുന്നത്? കുട്ടിയോ? ദീപക്കാകെ തളർന്നുപോയി. അഴകിയ രാവണൻ ഭൂമി വളർന്ന് താഴോട്ട് പോകുന്ന പോലായിപ്പോയി. രശ്മിയാണെങ്കിൽ ദീപക്കിനെ വിടുന്ന പാടില്ല, എത്രത്തോളം നാണിപ്പിക്കാവോ അതാണ് അവളുടെ ലക്ഷ്യം. എന്നിട്ട് രശ്മി പറയുക, ഋതിക മേഡമേ സാറിനെ കുറിച്ച് എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. രശ്മിയുടെ മുന്നിൽ ദീപക് അങ്ങനെ ഒരു ജീവശവത്തെ പോലെ ഇരിക്കുക. രശ്മി അത് മനസ്സിലാക്കിയിട്ട് പറയുക, എങ്കിൽ ഓക്കെ സാർ, ഈ ഫയലേ പഠിച്ചിട്ട് നാളെ തിരിച്ചു തന്നാൽ മതി. അങ്ങനെ പറഞ്ഞിട്ട് രശ്മി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. ദീപക്കിന് എന്തു പറയണമെന്നറിയാതെ ചമ്മി വിളറി ഇങ്ങനെ നാണിച്ചിരിക്കുക. ആ സമയത്ത് രാജു അങ്ങോട്ട് വരുന്നുണ്ട്. രശ്മി രാജുവിനെ കണ്ടിട്ട് നമസ്കാരം പറയുന്നു. രാജുവും തിരിച്ച് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. രശ്മി ഋതിക മേഡം എന്നിങ്ങനെ രാജുവിനോട് ചോദിക്കുമ്പോൾ ഋതിക വീട്ടിലുണ്ടെന്ന് രാജു പറയുന്നുണ്ട്. ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ച അവസ്ഥയായിപ്പോയി ദീപക്കിന് രാജുവിനെ കണ്ടപ്പോൾ. രാജു അടുത്തോട്ട് വരുമ്പോൾ പെട്ടെന്ന് ദീപക് കാലുമേ കാലെടുത്ത് വെച്ചിട്ടൊരു ഗമയിൽ, എൻ്റെ അനുവാദമില്ലാതെ ആരാടാ നിന്നെ ഇങ്ങോട്ട് അകത്തോട്ട് കയറ്റിവിട്ടത്? രാജു വളരെ കൂളായിട്ട് അവനോട് പറയാം, അതെ നിന്റെ അച്ഛൻ. അത് കേട്ടതും ദീപക് കസേരന്ന് ചാടി അങ്ങ് എഴുന്നേറ്റ് ഡാ എന്ന് വിളിക്കുക. ഓ, അച്ഛനെന്ന് പറയുന്നതേ നിന്റെ വിഷയത്തിൽ ഒരു അജ്ഞാത വസ്തു ആണല്ലോടാ. രാജു കളിയാക്കുവാണ്. ദീപക് വളരെ ഒച്ചത്തിൽ, മര്യാദയ്ക്ക് സംസാരിക്കടാ, ഓഫീസിലോട്ട് അനുമതിയില്ലാതെ കയറി വന്നതും പോലെ മര്യാദയോടെ സംസാരിക്കുന്നു. രാജു കൂളായിട്ട് പറയുക, എടാ നീ എന്നോട് മര്യാദകേട് സംസാരിച്ചാൽ ഞാനും നിന്നോട് മര്യാദകേടേ സംസാരിക്കത്തുള്ളൂ. പിന്നെ നീ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ, ഞാനിങ്ങോട്ട് കയറി വരുമ്പോൾ നിന്റെ പെർമിഷൻ വാങ്ങിക്കണമെന്ന്. എന്നാലേ എനിക്കതിൻ്റെ കാര്യമില്ല. വർമ്മ സാറേ ഈ ചെയറിൽ എപ്പോൾ വന്നിരിക്കുന്നോ അപ്പം മാത്രമേ എനിക്ക് എൻ്റെ ആവശ്യമുള്ളൂ. മനസ്സിലായോടാ ദീപക്കേ? അത് കേട്ടിട്ട് ദീപക്ക് ദേഷ്യത്തോടെ പറയാം, ഞാനാണിപ്പോൾ ഈ കമ്പനിയുടെ ഇൻചാർജ്. അത് കേട്ട് കളിയാക്കി ചിരിച്ചുകൊണ്ട് രാജു പറയാ, നീ വെറും ഇൻചാർജ് അല്ലേടാ, എന്നാലേ ഈ കമ്പനിയിലെ MD-മാരിൽ ഒരാളാണ് ഞാൻ, രാജു വേണുഗോപാൽ. അതായത് ഈ കമ്പനിയുടെ MD ആയ പ്രതാപവർമ്മയുടെ ഏക മകളുടെ ഹസ്ബൻഡ്. മനസ്സിലായോടാ നിനക്ക്? ദീപക് തലകുനിഞ്ഞ് നിൽക്കുക. ഞാനിപ്പോഴേ നിന്റെ ഒരു സുപ്പീരിയർ ഓഫീസറായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിന്നെ ഒന്ന് ശരിക്ക് വാച്ച് ചെയ്തോണമെന്നാ വർമ്മ സാർ എന്നോട് പറഞ്ഞിരിക്കുന്നത്. വിളച്ചിലും അഭ്യാസവും പെണ്ണുകേസും ഒന്നും ഉണ്ടാക്കാതെ ഇവിടെ ഇരുന്നാലുണ്ടല്ലോ അത് നിനക്ക് കൊള്ളാം. അല്ലെങ്കിലേ നീ അടിയും മേടിക്കും, ഇവിടെ ഓടുകയും ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്കാണെങ്കിലേ ഞാനിങ്ങനെ ഇവിടെ കയറി വരികയും ചെയ്യും. മറ്റൊന്നിനുമല്ല, നിന്നെ വാച്ച് ചെയ്യാൻ വേണ്ടി. പിന്നെ സ്ത്രീകളാണ് ഇവിടെ കൂടുതലും സ്റ്റാഫായിട്ടുള്ളത്. അവരോടൊക്കെ മാന്യമായിട്ടല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിൽ നീ പെരുമാറിയാൽ എന്താകുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും നീ ഇവിടെ കയറിപ്പറ്റി കൂടിയ സ്ഥിതിക്ക് നിനക്ക് മുകളിൽ മറ്റൊരാളെ കൂടെ ഞാനിവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് രാജു അവിടെ നിന്ന് പോവാണ്. ദീപക് വലിയ മഹാരാജാവിനെ പോലെ വന്നതാ, ഇപ്പം തോറ്റ് തുന്നം പാടിയതുപോലെ അങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്ത് അംബികയാണെങ്കിൽ ജയനെയും കൂട്ടി കാറിൽ എവിടെയോ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ജയൻ അംബികയോട് പറയുക, റോഡിലൊക്കെ എന്താ ഇത്ര തിരക്ക്? ദുബായ് സിറ്റി പോലും ഇല്ല ഇത്രയും തിരക്ക്. അംബിക ചോദിക്കുക, അതിന് ജയൻ ദുബായ് പോയിട്ടുണ്ടോ? അയ്യോ എൻ്റെ മാഡം, ഞാൻ ദുബായിലെങ്ങും പോയിട്ടില്ല, കേട്ടറിവ് വെച്ച് ഞാനങ്ങ് താങ്ങിയതാ. ഇവിടെയും ദുബായ് പോലങ്ങ് ആയിപ്പോയില്ലേ ജയ? കഷ്ടകാലത്തിന് മനുഷ്യരെല്ലാം കാശുകാരായിപ്പോയി. ഒരു വീട്ടിലൊരു 4 പേരെങ്കിലും ഉണ്ടെങ്കിൽ കുറഞ്ഞത് അവിടെ ഒരു 8 കാറെങ്കിലും കാണും. അതിൽ 4 കാറും റോഡിൽ കാണുകയും ചെയ്യും. പിന്നെ എങ്ങനെയാ ജയ റോഡിൽ തിരക്ക് കൂടാതിരിക്കുന്നത്? എന്നാലേ നമുക്ക് കുറച്ച് തിരക്ക് കുറഞ്ഞുള്ള റോഡിൽ കൂടെ പോയാലോ മാഡം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, എന്നാൽ ആയിക്കോട്ടെ ജയ എന്ന് അംബികയും പറയുക. അങ്ങനെ ജയൻ വേറെ റൂട്ടിലോട്ട് കാറ് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുവാണ്.
അപ്പോൾ എതിരെ ഒരു കാറ് വന്ന് പെട്ടെന്ന് അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് സഡൻ ബ്രേക്ക് അങ്ങ് ഇടുവാണ്. ജയൻ ദേഷ്യത്തോടെ, ആരാടാ ഈ മര്യാദകൾ കാണിക്കുന്നത്? അംബിക പറയുക, കാറിൽ നിന്ന് കണകുണ പറയാതെ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് ചോദിക്കടാ. ധിക്കാരം കാണിക്കുന്നവൻ്റെ ചെവിക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്ക്. ഇന്നെൻ്റെ കൈ അവൻ മെനക്കെടുത്തും. എനിക്ക് കൺട്രോൾ തരണേ എൻ്റെ ആറ്റുകാലമ്മേ എന്നും പറഞ്ഞ് ജയൻ ആ കാറിൽ നിന്നിറങ്ങി അയാളുടെ അടുത്തോട്ട് പോവുക. ആരാടാ അത്? ആരാടാ കാറ് ട്രാഫിക് നിയമം ലംഘിച്ച് റോങ് സൈഡിൽ കൊണ്ടുവന്ന് നിർത്തിയത്? നിന്റെയൊക്കെ ഭാര്യയ്ക്ക് സ്ത്രീധനം കിട്ടിയ സ്ഥലമാണോടാ ഈ പബ്ലിക് റോഡ്? ജയൻ അങ്ങനെ പറഞ്ഞത് കേട്ടതും കാറിൻ്റെ ഡോറ് തുറന്ന് അനന്തംപിള്ള അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അനന്തംപിള്ളയുടെ ആ മട്ടും ഭാവവും നിപ്പും ഒക്കെ കണ്ടപ്പോഴേ ജയൻ്റെ ചൂടൊക്കെ അങ്ങ് ഇറങ്ങി. ജയൻ പറയാം, അയ്യോ പണിയാകും, മിക്കവാറും ഞാൻ ഇവിടെ കിടന്ന് നടി മേടിക്കും. അംബിക കാറിൽ നിന്ന് കാണുന്നുണ്ട് അനന്തംപിള്ളയെ. അംബിക ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുവാണ് അയാളെ. അനന്തംപിള്ള ജയൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയുക, അയ്യോ നീ ഇങ്ങനെ ചൂടാകല്ലേ മോനെ, BP കൂടും. നിന്നെ കണ്ടിട്ട് ചാവേറാണെന്ന് തോന്നുന്നില്ലല്ലോ മോനെ, നീ ഒന്നാം തരം തരികിടയാ. ജയൻ പെട്ടെന്ന് അംബികയെ തിരിഞ്ഞ് കാറിലോട്ട് നോക്കിയിട്ട് പറയുക, ഞാനേ അംബിക മാഡത്തിൻ്റെ തരികിട. എന്തോന്നാ പറഞ്ഞ? അയ്യോ അല്ല, അംബിക മാഡത്തിൻ്റെ PA ആണെന്ന്. അനന്തംപിള്ള കളിയാക്കി ചിരിച്ചിട്ട് പറയാം, അതൊക്കെ നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ കാറ് കൊണ്ടുവന്ന് ഞാൻ ഇങ്ങനെ തന്നെ നിർത്തിയത്. നീയേ ആ അംബികയോട് ചെന്ന് പറ ഒന്നിങ്ങോട്ട് ഇറങ്ങി വരാൻ. എടാ ഞങ്ങളൊക്കെ ഫ്രണ്ട്സാടാ, പഴയ പരിചയക്കാരാടാ. ജയൻ ചിരിച്ചോണ്ട് ചോദിക്കോ, ഓ അപ്പോൾ പരിചയക്കാരായിരുന്നോ? എങ്കിലത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ഇപ്പം തന്നെ വിളിക്കാമല്ലോ മേഡത്തെ എന്നും പറഞ്ഞ് അംബികയുടെ അടുത്തോട്ട് പോവുകയാണ് ജയൻ. കാറിലിരിക്കുന്ന അംബികയുടെ ഡോറിൻ്റെ ഗ്ലാസ് തട്ടിയിട്ട് ജയൻ പറയുക, മേഡത്തിൻ്റെ ഒരു പഴയ പരിചയക്കാരനാണെന്ന് പറഞ്ഞു, ഒന്ന് ഇറങ്ങി വരാനും പറഞ്ഞു. അംബികയ്ക്ക് അതങ്ങോട്ട് തീരെ ഇഷ്ടമായില്ല. ഓരോ നാശങ്ങൾ എന്നും പറഞ്ഞ് ദേഷിച്ച് അംബിക കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അയ്യോ നമസ്കാരം അംബികെ എന്നിങ്ങനെ അനന്തംപിള്ള പറയുമ്പോൾ അംബിക ദേഷ്യത്തിൽ താൻ കട്ടയും പടവൊക്കെ മടക്കിക്കൊണ്ട് പണ്ടേ നാട് വിട്ടതല്ലേടോ, പിന്നെയും ഇറങ്ങിയോ? ആ ഇറങ്ങി അംബികെ. എന്തോ കാര്യത്തിനാ ഇപ്പോൾ ഇറങ്ങിയത്? അതെ, നിന്റെ ആങ്ങളെ ഉണ്ടല്ലോ പ്രതാപൻ, ആ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ആ പ്രതാപവർമ്മ, അവൻ്റെ നാശം കാണാൻ. എടോ താൻ പോയി വേറെ വല്ല പണിയുണ്ടേ നോക്കടോ. തനിക്കറിയാൻ പറ്റുന്ന പണി വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് പോയി ചെയ്തേരെ. ഒരു പരിഹാസ ചിരിയോട് അനന്തംപിള്ള പറയുക, എനിക്കറിയാൻ പറ്റുന്ന പണി ചെയ്യാൻ വേണ്ടിയാ അംബികയെ ഈ അനന്തംപിള്ള ഇപ്പോൾ വന്നിരിക്കുന്നത്. അവനെ എനിക്ക് ചേരുന്ന എതിരാളി തന്നെയാ. അതുകൊണ്ട് തന്നെയാ ഞാൻ വീണ്ടും ഒരു മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അംബികയും അനന്തനും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു, പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല. ജയൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക. അംബിക പറയുക, മത്സരത്തിനോ? അതും എൻ്റെ ആങ്ങളയോടോ? അതെ അംബികയെ, എന്താ സംശയം? അവനെ ഭരിച്ചതൊക്കെ മതി. ഇത്തവണ ഞാൻ ആ മന്ത്രി കസേരയിൽ നിന്ന് അവനെ താഴെ ഇറക്കും. പിന്നെ താൻ ഞൊട്ടും. തന്നെ കൊണ്ടൊരു പുല്ലും ചെയ്യാൻ പറ്റില്ലടോ. അത് കേട്ട് പൊട്ടിച്ചിരിക്കുന്ന അനന്തംപിള്ളയോട് അംബിക പറയുക, തേണ്ടേ റോഡിൽ കിടന്നേ വീമ്പിളക്കാതെ വഴിയിൽ നിന്ന് മാറടോ, എനിക്ക് പോകാനുള്ളതാ. അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല അംബികയെ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. അതിന് എന്നോടൊപ്പം നിൽക്കാൻ പറ്റിയ ഒരാളെ എനിക്ക് വേണം. ഞാനേ വെറുതെ വഴിമുടക്കിയതല്ല അംബികയെ, ഞാൻ അംബികയെ കാണാൻ തന്നെ വന്നതാ. ഞാനേ വീട്ടിലോട്ട് കയറി വന്നാൽ പ്രതാപവർമ്മ വെറുതെ സംശയിക്കും. അയാൾക്കാണെങ്കിലോ ചേച്ചിയെന്ന് പറഞ്ഞാൽ ഒരു ദേവിയാ, സ്വന്തം അമ്മയെപ്പോലെയാ ചേച്ചിയെ കാണുന്നത്. എന്നാൽ ചേച്ചി ശരിക്കും ആരാണെന്ന് എനിക്കല്ലേ അറിയൂ. അത് കേട്ട് അംബികയൊന്ന് ഞെട്ടുന്നുണ്ട്. പെട്ടെന്ന് ജയനെ തിരിഞ്ഞു നോക്കുന്നു. ജയനെങ്ങാണോ ഇത് കേൾക്കുന്നുണ്ടോ എന്ന്. അനന്തംപിള്ള പറയാ, എനിക്ക് എല്ലാ കാര്യവും അറിയാം അംബികയെ. അംബിക പ്രതാപനോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എണ്ണി അങ്ങോട്ട് പറയട്ടെ. അംബികയാകെ കിളി പോയ ഒരു ലക്ഷണത്തിൽ നിൽക്കുക. അത് കണ്ടിട്ട് ഒരു പരിഹാസ ചിരിയോടെ നിൽക്കുവാണ് അനന്തംപിള്ള. അങ്ങനെ അംബികയും കൂട്ടി അനന്തംപിള്ള അയാളുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അവിടെ ഇരുന്നുകൊണ്ട് അനന്തംപിള്ള പറയുക, പാളയത്തിൽ ഇരുന്നുകൊണ്ട് പടം നയിക്കുന്നവളാണ് അംബികയെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാനില്ലാത്ത കഴിഞ്ഞ 7 വർഷങ്ങൾ അംബിക പ്രതാപവർമ്മയോട് രഹസ്യമായി നടത്തുന്ന എല്ലാ യുദ്ധങ്ങളും എനിക്ക് മനസ്സിലാവും. അയാളുടെ ദാമ്പത്യ ജീവിതം പണ്ടേ അംബിക തകർത്ത് കളഞ്ഞില്ലേ. ഇനി എന്താണ് അംബിക അയാളോട് ചെയ്യാൻ പോകുന്നതെന്നും എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് എന്താ അംബികയെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടി ഒരു പാല വിട്ടാലോ? അംബിക എന്തു പറയുന്നു? അംബികയാണെങ്കിൽ അടിവിലിൽ വീണ എലിയെപ്പോലിരിക്കുക. അംബിക പ്രതാപനോട് കാണിച്ച സകല കള്ളത്തരങ്ങളും ഈ അനന്തംപിള്ളയ്ക്ക് അറിയാവുന്ന അംബികയ്ക്ക് മനസ്സിലായി. ജയനാണെങ്കിൽ അവിടെ വാതിക്കൽ ഇങ്ങനെ കാത്തു നിൽക്കുക. ജയൻ പറയുക, ഇത് ചില തെരുവുനായ്ക്കളെ പോലാണല്ലോ, പരസ്പരം കണ്ട കടിച്ചു കീറുന്ന പോലെ. പക്ഷേ കണ്ടുമുട്ടിയാൽ എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ കാണിച്ചങ്ങ് കമ്പനിയാവും.
പിടിക്കപ്പെട്ട അംബികയല്ലേ. അംബിക പെട്ടെന്ന് ചോദിക്കുക, എന്താ നിങ്ങളുടെ ഉദ്ദേശം? എൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ അംബികയെ സൂചിപ്പിച്ച് കഴിഞ്ഞല്ലോ. അതെന്തായാലും എൻ്റെ ഉദ്ദേശം അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. എന്നിട്ട് ഞാനത് നടപ്പിലാക്കുകയും ചെയ്യും. എൻ്റെയും അംബികയുടെയും ലക്ഷ്യം ഒന്നായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്നാൽ കൊള്ളാവുന്നുണ്ട്. അംബിക എന്തു പറയുന്നു? ഞാനൊരു ഡീല് വെക്കാം. അംബികയ്ക്ക് കൂടി സ്വീകാര്യമായ ഒരു ഡീല്. എന്താ, അത് പോരെ? അംബിക പറയാ, എന്നാൽ നിങ്ങളുടെ ഡീൽ എന്താന്ന് വെച്ചാൽ പറ. പക്ഷേ അതിനു മുമ്പ് അംബിക എന്നോടൊപ്പം ഉറച്ചു നിൽക്കാൻ തയ്യാറാണോ എന്ന് എനിക്കറിയണം. ആദ്യം ഡീൽ എന്താന്ന് കേൾക്കട്ടെ, അതിനുശേഷം പറയാം. എൻ്റെ മുഖ്യ അജണ്ട പ്രതാപവർമ്മ ഇനി ആ അധികാര കസേരയിൽ ഇരിക്കാൻ പാടില്ല. അവനെ ഏത് വിധേനയും ആ കസേരയിൽ നിന്നും താഴെ ഇറക്കണം. ഓ, അപ്പോൾ തനിക്ക് പകരം ആ കസേരയിൽ കയറിയിരിക്കണം അല്ലേ? നോ, നെവർ അംബികെ. എനിക്ക് ഒരു വിധത്തിലും ആ വക ഭരണത്തിലൊന്നും താല്പര്യമേ ഇല്ല. അതൊക്കെ എനിക്ക് പണ്ടുണ്ടായിരുന്നു. പക്ഷേ അത്തരം മോഹങ്ങളൊന്നും എനിക്കിപ്പോഴില്ല. അപ്പോഴംബികയ്ക്കിനി ചോദിക്കാം, എൻ്റെ മക്കളെ അധികാര കസേരയിൽ കയറ്റി വാഴിക്കാൻ എനിക്ക് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോയെന്ന്. അതും ഇല്ല അംബികെ. കാരണം എന്താണെന്നോ, എൻ്റെ മക്കൾക്ക് കേരള പൊളിറ്റിക്സിൽ മാത്രമല്ല ഇന്ത്യൻ പൊളിറ്റിക്സിൽ പോലും തീരെ താല്പര്യമില്ല. അംബികയ്ക്ക് പെട്ടെന്നൊരു സംശയം. അപ്പോൾ പിന്നെ പ്രതാപനെ ആ കസേരയിൽ നിന്ന് ഇറക്കിയാൽ പിന്നെ ആരായിരിക്കണം അവിടെ കയറി ഇരിക്കേണ്ടത്? അനന്തൻ ചിരിച്ചുകൊണ്ട് പറയുക, അതാണ് അംബിക, ഞാനും അംബികയും തമ്മിലുള്ള ഡീൽ. അംബികയുടെ ഒരേ ഒരു മകൻ ദീപക്, അവൻ ആ ഭരണക്കസേരയിൽ കയറി ഇരുന്നാൽ അവനെന്താ കഴിക്കൂ? അനന്തൻ അങ്ങനെ പറഞ്ഞതും അംബികയുടെ മുഖത്തുണ്ടായ ഒരു ഭാവവ്യത്യാസങ്ങൾ നവരസങ്ങളാണോ എന്ന് പോലും അറിയില്ല. എന്താ അംബികയൊന്നും മിണ്ടാത്തത്? അയ്യോ, അതൊക്കെ നടക്കുന്ന കാര്യമാണോ? പിന്നില്ലേ അംബിക, ഇതൊക്കെ നടത്താൻ വേണ്ടിയല്ലേ ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നത്. ഈ ഡീൽ അംബിക സമ്മതിച്ചോ ഇല്ലയോ എന്നാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. അയ്യോ, അതൊക്കെ ഞാൻ പറയാം, ബാക്കി കാര്യം കൂടെ പറ. അംബിക തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. എനിക്ക് ഈ ഭരണവും കച്ചവടവും ഒന്നും വേണ്ട. പക്ഷേ ഭരിക്കും ഞാൻ എല്ലാവരെയും. പാർട്ടിയും സംസ്ഥാന ഭരണവും എല്ലാം എൻ്റെ കീഴിലോട്ട് ഞാൻ കൊണ്ടുവരും. എനിക്ക് ആദരവ് വേണം. എല്ലാവരും എന്നെ ബഹുമാനിക്കണം. അതിന് ചേർന്നുള്ള ആളുകളെയാണ് അംബികയെ ഞാനിപ്പോൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നെ കുതികാൽ വെട്ടാൻ നിൽക്കാത്ത ആൾക്കാരെ. പണ്ടാണെങ്കിൽ എനിക്ക് മന്ത്രിയാകണമെന്നും CM ആകണമെന്നും ഒക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ അത്രയ്ക്ക് തലവേദന പിടിച്ച കാര്യങ്ങളൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് അംബികയെ ഞാൻ ദീപക്കിനെ മന്ത്രിയാക്കാമെന്ന് വാക്ക് തരുന്നത്. വെറും ഒരു മന്ത്രിയല്ല, CM. വിശ്വസിക്കാനാകാതെ അംബിക ഇങ്ങനെ ഞെട്ടിയിട്ട് ചോദിക്കുക, അയ്യോ, CM-ഓ? അതെ അംബിക, CM, മുഖ്യമന്ത്രി. അംബിക ഭൂമിയിലാണോ സ്വർഗത്താണോ നിൽക്കുന്നതെന്നറിയാതെ സന്തോഷത്തിൽ ഇങ്ങനെ മതിമറന്ന് നിൽക്കുക. ദീപക്ക് കസേരയിലൊന്ന് ഇരുന്നു തന്നാൽ മാത്രം മതി, ഭരണമൊക്കെ ഈ ഞാൻ തന്നെ. അംബിക സന്തോഷത്തോടെ ചോദിക്കുക, ഇത്തരം കുതിരക്കച്ചവടമൊക്കെ ഈ നാട്ടിൽ നടക്കുമോ? നടക്കും അംബികയെ, ഞാൻ നടത്തി കാണിച്ചു തരാം. 500 കോടി രൂപയാ ഞാൻ ഇതിനു വേണ്ടി ചെലവാക്കാൻ പോകുന്നത്. ഈ ഡീലിലെ ഞാൻ പലർക്കും പണം കൊടുത്തു കഴിഞ്ഞു. അംബിക ഇങ്ങനെ വായുമ്പൊളന്ന് നിൽക്കുക. പക്ഷേ അംബികയ്ക്ക് ഞാൻ പണമല്ല ഓഫർ ചെയ്യുന്നത്, അതിനേക്കാൾ വലിയ പദവിയാണ് ഓഫർ ചെയ്യുന്നത്. അംബിക എന്തു പറയുന്നു? സന്തോഷത്തിൽ മതിമറന്നു നിൽക്കുകയാണ് അംബിക ഈ ഡീൽ ഉറപ്പിച്ചെങ്കിൽ സന്തോഷത്തോടെ പരസ്പരം നമുക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്ത് തൽക്കാലത്തേക്ക് പിരിയാം. ഓക്കെ ആണോ അംബിക? ഞാൻ ഈ ഡീൽ ഉറപ്പിച്ചിരിക്കുന്ന സന്തോഷത്തോടെ പറയുവാണ് അംബിക. അങ്ങനെ അനന്തംപിള്ള പൊട്ടിച്ചിരിച്ചുകൊണ്ട് അംബികയായിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കുവാണ്. ഇത് ജയൻ ആ ജനലിൻ്റെ പുറത്തു നിന്ന് ഗ്ലാസ്സിൽ കൂടെ കാണുന്നുണ്ട്. സ്വന്തം സഹോദരൻ്റെ ശവപ്പെട്ടിക്ക് ആണിയടിക്കുവാണ് അംബികയെന്ന് പുറത്തു നിൽക്കുന്ന ജയനൊട്ട് അറിയുന്നതുമില്ല. അനന്തൻ അങ്ങനെ സന്തോഷത്തോടെ പറയാം, ഐ ആം റിയലി വെരി ഹാപ്പി. ജയനാണെ പുറത്തുനിന്ന് നോക്കിയിട്ട് പറയാം, 2 എണ്ണം കൂടെ കയ്യൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. എന്തായാലും ഇവളെക്കാളും വലിയ ഫ്രോഡാണ് അവൻ. എന്തോ വലിയ തരികടയാണല്ലോ രണ്ടും കൂടെ ഒപ്പിക്കുന്നത്. അങ്ങനെ അംബിക മകൻ ദീപക് മുഖ്യമന്ത്രിയുടെ കസേരയിലിരിക്കുന്നതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ കാറിൽ സന്തോഷത്തോടെ ജയനോടൊപ്പം യാത്ര ചെയ്യുവാണ്. ജയൻ കാറ് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സിൽ പറയുക, ഇവർക്ക് എന്തോ വലിയൊരു കോൾ ഒത്തിട്ടുണ്ടല്ലോ, ഇവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം. അംബിക പെട്ടെന്ന് ജയനോട് ചോദിക്കുക, ജയ, ഞാനിപ്പോൾ സംസാരിച്ച ആളെ ജയൻ അറിയാവോ? അയാളെ ആദ്യം എനിക്ക് പിടികിട്ടിയില്ല മാഡം, പക്ഷേ ഇപ്പോൾ കാറിൽ കയറിയപ്പോഴാണ് ഞാൻ അയാളെ ഓർക്കുന്നത്. ഇയാളെ എനിക്കറിയാം, ഇയാളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇയാൾ ആ പഴയ പാർട്ടി സെക്രട്ടറി അല്ലേ? ഇയാളെ പണ്ട് അറിയപ്പെടുന്നതേ ആനയെ വിഴുങ്ങി അനന്തംപിള്ള എന്നായിരുന്നു. മഹാ താപ്പാനയാ മാഡം. അത് അംബികയ്ക്ക് അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അംബിക പറയാം, അതെന്തെങ്കിലും ആയിക്കോട്ടെ, ജയനെ മറ്റൊരാളെക്കുറിച്ച് ദുഷിച്ച് പറയാൻ വലിയ താല്പര്യമാണ്.
അതൊന്നും വേണ്ട ജയ, അതൊന്നും അത്ര ശരിയല്ല കേട്ടോ. അയ്യോ സോറി മാഡം, ആ ആനയെ വിഴുങ്ങിയ അനന്തംപിള്ള ഒരു വലിയ മനുഷ്യനാണ്. ഇത്രയും നല്ല ഒരാളിനെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. മതി മതി ജയ, ജയനെ വകതിരിവ് തീരെയില്ല. ഇങ്ങനെയാണോ ഒരു ബോസിനോട് കേവലം ഒരു PA സംസാരിക്കുന്നത്? ഐ ആം എക്സ്ട്രീംലി സോറി മാഡം. തൽക്കാലം വിട്ടേക്ക്. പിന്നെ ജയ, ഞാനും അനന്തംപിള്ളയും തമ്മിൽ കണ്ടതും സംസാരിച്ചതൊന്നും ജയൻ ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടോ. ഇതൊക്കെ പരമ രഹസ്യമായിട്ട് സൂക്ഷിക്കണം. ശരി മാഡം. ജയൻ ഇങ്ങനെ വെറും അമ്പലക്കാളെ പോലെ നടന്നാൽ മതിയോ? എന്തെങ്കിലുമൊക്കെ ആകണ്ടേ, വലിയ ആളായിട്ട് മാറണ്ടേ ജയ? ജയൻ പെട്ടെന്നൊരു കള്ളക്കരച്ചിലങ്ങോട്ട് അഭിനയിക്കുവാണ്. എന്തിനാ ജയ ഞാനിങ്ങനെ പറയുമ്പോഴൊക്കെ ഇരുന്ന് കരയുന്നത്? അയ്യോ മാഡം, എനിക്ക് ഭാഗ്യം വരുമെന്ന് കേട്ടപ്പോൾ എൻ്റെ കൺട്രോള് പോയതാ. എന്നാലേ എത്രയും പെട്ടെന്ന് താനൊരു ഡോക്ടറെ കാണണം, സൈക്യാട്രിസ്റ്റിനെ കണ്ടാൽ മതി. ഒരാഴ്ച ഗുളിക കഴിച്ചാലേ ഇതൊക്കെ അങ്ങ് മാറും. ജയനാണെങ്കിൽ ആകെ കൺഫ്യൂഷനില്ല. രാജോളിയൻ എനിക്കൊരു ജോലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് ഇവരിനി വലിയ ആളായിട്ടെങ്ങാനും മാറുമോ? ഇവരെങ്ങാനും ഇനി മന്ത്രിയായാൽ ഞാൻ തന്നെ ആയിരിക്കും ഇവർക്ക് പിന്നെ PA. കൊച്ചമ്മണിയാണെങ്കിൽ രാജുവിൻ്റെ വീട്ടിലിങ്ങനെ ഉമ്മറത്തിരുന്ന് എന്തൊക്കെയോ ആലോചിക്കുക. ആർക്കാണെന്ന് പാര പണിയേണ്ടതെന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ രാജു ബൈക്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. കൊച്ചമ്മണി മനസ്സിൽ പറയാം, ഇവനെന്താ ഈ സമയത്ത് ഇങ്ങോട്ട്? ഓ, അവൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടല്ലോ, ഭാര്യയെ കാണാതെ ഇരിക്കാൻ വയ്യ അവന്. കൊച്ചമ്മണി അവിടെ നിന്ന് എഴുന്നേറ്റ് പെട്ടെന്നൊരു അഭിനയം അങ്ങോട്ട് കാണിക്കുക. നമസ്കാരം മകനെ, ഇന്നെന്താണ് നട്ടുച്ചയ്ക്ക് പതിവില്ലാതെ? അതൊക്കെ ഞാൻ പറയാം, പക്ഷേ അളിയൻ്റെ അമ്മ എന്താ ഒറ്റയ്ക്കിങ്ങനെ മുൻവശത്ത് വന്നിരിക്കുന്നത്? ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ച് അങ്ങനെ ചിന്തനത്തിലിരിക്കുമായിരുന്നു. മറ്റുള്ളവർക്കിട്ട് വെക്കാനുള്ള പുതിയ വേലയല്ലേ അളിയൻ്റെ അമ്മേ? അല്ല മോനെ, നീ മന്ത്രിയുടെ PA ആണെന്ന് പറഞ്ഞിട്ടേ നിനക്ക് മന്ത്രിയുടെ വീട്ടിലും ഈ വീട്ടിലേ ഉള്ളോ പണി? ആ മന്ത്രിയാണെങ്കിലോ നഞ്ചു നിന്ന കുരങ്ങിനെ പോലെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ തുള്ളിത്തുള്ളി നടക്കുക. നിങ്ങൾ അമ്മായിയപ്പനും മരുമോനും കൂടി ചേർന്ന് സർക്കാരിൻ്റെ കാശൊക്കെ മുടിപ്പിക്കുവോ? എന്നാലേ അളിയൻ്റെ അമ്മ ഭാരിച്ച കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട കേട്ടോ. പ്രായമായി പോയല്ലോ എന്നോർത്ത് ഞാൻ ക്ഷമിക്കുക. ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാലേ അളിയൻ്റെ അമ്മ വക്രബുദ്ധി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. ഇങ്ങനെ 4 നേരം ഓസിന് ഫുഡ് അടിച്ചുകൊണ്ട് നടക്കാതെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്ക്. ഇങ്ങനെ കണ്ടവൻ്റെയൊക്കെ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്തെങ്കിലും കട്ടിയായ പണി ചെയ്. അയ്യോ മോനെ, ഞാനിപ്പോൾ പരദൂഷണം പറച്ചിലൊക്കെ നിർത്തി ഏതു നേരവും ദൈവിക കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ദൈവിക കാര്യം, നിങ്ങൾ ഞങ്ങൾക്കിട്ട് വെച്ച ചതികളൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലെന്നും അറിയത്തില്ലെന്നും നിങ്ങൾ കരുതരുത് കേട്ടോ. കൊച്ചമ്മണി ഇങ്ങനെ ഞെട്ടി നിൽക്കുക. ദൈവമേ, ഇതൊക്കെ രാജു അറിഞ്ഞോ? അപ്പോൾ ഫ്രണ്ട്സ്, അംബിക സ്വന്തം സഹോദരനെയാണ് ചതിക്കുന്നത്. ഈ ചതിയൊക്കെ എങ്ങനെയെങ്കിലും രാജു കണ്ടുപിടിക്കും. അതെല്ലാം തെളിവ് സഹിതം തന്നെ പ്രതാപവർമ്മയെ അറിയിക്കും. അങ്ങനെ അംബിക ആരാണെന്ന് മനസ്സിലാക്കി പ്രതാപവർമ്മ തന്നെ അംബികയെ അവിടുന്ന് ചവിട്ടി പുറത്താക്കും. സ്വന്തം ഭാര്യയുടെ നിരപരാധിത്വം മനസ്സിലാക്കി പത്മാവതിയെ കൂട്ടിക്കൊണ്ടുവരികയും ഋതിക സ്വന്തം മകളാണെന്ന് തിരിച്ചറിയുകയും ചെയ്യും. അങ്ങനെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.